ഇന്ന് നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. പരീക്ഷ നടന്ന് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ മൂല്യനിർണ്ണയമൊക്കെ പൂർത്തിയാക്കി റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. ഏതായാലും 4,27,000-ലധികം കുട്ടികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് പരീക്ഷാ ഫലപ്രഖ്യാപനം. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ ഇന്ന് SSLCയുടെ റിസൾട്ട് അറിയാനായി. അപ്പോൾ സർക്കാർ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ, മറ്റ് ഈ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട സമഗ്രമായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജയാണ് നമ്മളോടൊപ്പം വാർത്തയുടെ പൂർണ്ണ വിവരങ്ങളുമായി ചേരുന്നത്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, കുട്ടികളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പകളിൽ ഒന്നിൻ്റെ ഫലം ഇന്നറിയാൻ പോവുകയാണ്. 3 മണിക്കാണ് ഫലപ്രഖ്യാപനം. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഏതൊക്കെ സൈറ്റുകളിൽ നമുക്ക് ഫലം അറിയാൻ പറ്റും? ഈ മൂല്യനിർണ്ണയമൊക്കെ എങ്ങനെയായിരുന്നു നടന്നു പോകുന്നത്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഒക്കെ വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ വർഷത്തെ SSLC ഫലം പ്രഖ്യാപിക്കുന്നത്. ഈ കൊല്ലം പരീക്ഷ എഴുതിയിരിക്കുന്നത് 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത്. റെക്കോർഡ് വേഗതയിൽ തന്നെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനായിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 70 ക്യാമ്പുകളാണ്, മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 10,863 അധ്യാപകരാണ് ഈ ഒരു മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതും മൂല്യനിർണ്ണയം നടത്തിയതെന്ന് പറയുന്നത് ഏപ്രിൽ 3 മുതൽ 20 വരെയായി 14 ദിവസങ്ങളിലായിട്ടാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിരിക്കുന്നത്. മൂല്യനിർണ്ണയം മാത്രമല്ല, അതിന് ഒപ്പം തന്നെ മറ്റ് നടപടികൾ കൂടിയുണ്ട്. ടാബുലേഷനുണ്ട്, ഗ്രേസ് മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇവയെല്ലാം എൻട്രി ചെയ്ത് അതിനുശേഷമാണ് പരീക്ഷാ ഭവനിൽ ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാകുന്നത്. ഏതായാലും അത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഔദ്യോഗികമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഈ ഫലം പ്രഖ്യാപിക്കുന്നതായിരിക്കും. എപ്പോൾ ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നോ അതിന് തൊട്ടു പിന്നാലെ തന്നെ വെബ്സൈറ്റുകളിൽ ഈ ഫലം അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഫലം അറിയുവാൻ വേണ്ടി കൈറ്റിൻ്റെ നിരവധി വെബ്സൈറ്റുകളുണ്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റുണ്ട്. അങ്ങനെ നിരവധി വെബ്സൈറ്റുകൾ, അതിൻ്റെ അഡ്രസ്സുകൾ സഹിതം വെബ്സൈറ്റിൻ്റെ അഡ്രസ്സുകളൊക്കെ നമ്മുടെ വാർത്തയിലും അടക്കം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വെബ്സൈറ്റുകളിൽ കയറിയാൽ കുട്ടികൾക്ക് അവരുടെ ഫലം അറിയാൻ സാധിക്കുന്നതായിരിക്കും. വിപുലമായ സൗകര്യം തന്നെയാണ് കുട്ടികൾക്ക് ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒരു വെബ്സൈറ്റ് എന്നുള്ളതല്ല, നിരവധി സൈറ്റുകളിലായിട്ടാണ് ഈ ഒരു ഫലം ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത്രത്തോളം പേർ ഇത് ഒരുമിച്ച് നോക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ നിരവധി വെബ്സൈറ്റുകളിലൂടെ ഇതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും കൃത്യമായ രീതിയിൽ പരീക്ഷയുടെ നടത്തിപ്പ്, അതിനുശേഷം മൂല്യനിർണ്ണയം, ഇപ്പോൾ അതിൻ്റെ ഫലപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ മൂല്യനിർണ്ണയം അടക്കം പൂർത്തിയാക്കി അതിൻ്റെ ടാബുലേഷൻ വർക്കും പൂർത്തിയാക്കിയാണ് ഇന്നിപ്പോൾ ഫലപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മനു, ഷീജ, ഈ SSLC പരീക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഓർമ്മയുണ്ടോ കഴിഞ്ഞ കാലങ്ങളിലെയൊക്കെ ആ ഒരു ആകാംക്ഷയും ഒക്കെ ഒന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ലേ? പഴയ കാലത്തെയൊക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെയൊക്കെ പഴയകാല SSLC പരീക്ഷാ ഫലം കാത്തിരിക്കുന്നതിനെക്കുറിച്ചും. ഇന്ന് അത്രയും ഒരു ടെൻഷനൊന്നും ഇല്ലെങ്കിൽ പോലും SSLC പരീക്ഷ എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു സ്പെഷ്യലാണ്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സുഖവും ഒരു ഉള്ളിലെ ഒരു ഭയവും ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? തീർച്ചയായും ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് റാങ്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേറെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ റാങ്ക് ഒന്നും മേടിക്കുന്നുണ്ടില്ല എങ്കിൽ പോലും ആ ഒരു സമയത്ത് ടെൻഷൻ വേറെ ഒരു ടെൻഷൻ തന്നെയായിരുന്നു. ആ രീതിയിലായിരുന്നു നമ്മുടെയൊക്കെ SSLC പരീക്ഷാകാലം എന്ന് പറയുന്നത്. അതിനുശേഷം പരീക്ഷാ സമ്പ്രദായങ്ങളിൽ കുറേ മാറ്റം വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റം വന്നു. അപ്പോൾ കുട്ടികൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടാണ് ഇപ്പോൾ പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്നത്. കാരണം നമ്മൾ തന്നെ ഇത്തവണത്തെ മാർച്ചിൽ പരീക്ഷ അടക്കുമ്പോൾ പരീക്ഷയുടെ ആദ്യത്തെ ദിവസം ചെന്ന് കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര കൂളാണ്. നമ്മളടുത്ത് പറയുന്നത് നിങ്ങൾക്കാണ് ഞങ്ങളെക്കാളും ടെൻഷൻ എന്നാണ് ആ വിദ്യാർത്ഥികൾ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ പക്ഷേ ഇന്നിപ്പം ഫലപ്രഖ്യാപനമാണ്. പരീക്ഷാ ഫലം എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാകും. പക്ഷേ അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇത്തവണ പരീക്ഷയ്ക്ക് പോയത്, പരീക്ഷ എഴുതിയത്. ഓരോ രീതിയിലും പ്രത്യേകിച്ചും അവർ ഓരോരുത്തരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൃത്യമായ രീതിയിൽ ഞങ്ങൾക്ക്
കുട്ടികൾക്ക് ക്ലാസ്സുകൾ ലഭിച്ചു. അതോടൊപ്പം തന്നെ മോഡൽ പരീക്ഷകൾ നടന്നു, എക്സ്ട്രാ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആശങ്കയൊന്നുമില്ല പരീക്ഷ എഴുതുന്നതിൽ എന്നുള്ളതാണ്. ഏതായാലും അവരുടെ ആ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. ശരി ഷീജ, ഏതായാലും നമുക്ക് കാത്തിരിക്കാം. SLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പരീക്ഷയുടെ ഫലപ്രഖ്യാപനം. ഏതായാലും വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകളിലൊന്നാണ് SLC 10ാം ക്ലാസ് പരീക്ഷ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുകയാണ്.